വെற்றிവേൽ മുരുകനുക്ക് ഹരോഹര. മുരുകൻ സ്വാമിക്ക് എന്തിനാണ് കാവടി വഴിപാട് ചെയ്യണമെന്നറിയാം. നമ്മളിന്ന് ഈ ടോപ്പിക്കാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ശൂരപത്മാസുരൻ്റെ സേവകനായ ഹിഡുംബാസുരൻ പത്നി സമേതം അഗസ്ത്യമുനിയുടെ ശിഷ്യനായി. ഒരിക്കൽ അഗസ്ത്യമുനി മഹാദേവനെ കാണാനായിട്ട് കൈലാസത്തിലെത്തി. തിരികെ പോകുമ്പോൾ കൈലാസത്തിൽ നിന്ന് 2 പർവ്വതങ്ങളും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. ഈ കാര്യം മഹാദേവനെ അറിയിച്ചു. മഹാദേവൻ്റെ സമ്മതപ്രകാരം ശിവഗിരി കുന്നും ശക്തിഗിരി കുന്നും തൻ്റെ ആശ്രിതനായ ഹിഡുംബൻ്റെ ചുമലിൽ ദണ്ടിൽ കെട്ടി കാവടിയായി കൊണ്ടുപോയി. വരുന്ന വഴിയിൽ പഴനിക്കടുത്ത് വെച്ച് ക്ഷീണിതനായ ഹിഡുംബൻ ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ക്ഷീണം മാറിപ്പോവാൻ നേരം മലകൾ എടുക്കാൻ പറ്റിയില്ല. മലകൾ അവിടെ ഉറച്ചു പോയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും മലകൾ എടുക്കാൻ സാധിച്ചില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഹിഡുംബൻ ഒരു പയ്യനെ കണ്ടു. ആ പയ്യൻ്റെ കയ്യിൽ ഒരു ദണ്ഡമുണ്ടായിരുന്നു. ഈ മല ശിവഗിരി മലയാണ്, ഇത് തൻ്റേതാണെന്ന് പറഞ്ഞു. പക്ഷേ ഹിഡുംബൻ സമ്മതിച്ചില്ല. അവർ തമ്മിൽ ഘോര യുദ്ധമായി. ഒടുവിൽ ആ ബാലൻ ഹിഡുംബനെ വധിച്ചു. ഹിഡുംബൻ്റെ ഒപ്പം വന്ന അഗസ്ത്യമുനിക്ക് മനസ്സിലായി ബാലൻ മുരുകൻ സ്വാമിയാണെന്ന്. മുനി മുരുകൻ സ്വാമിയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു. മുനിയുടെ ആവശ്യപ്രകാരം മുരുകൻ സ്വാമി ഹിഡുംബനെ പുനർജീവിപ്പിച്ചു. പുനർജീവിച്ച ഹിഡുംബൻ തൻ്റെ തെറ്റിനെ മാപ്പ് അപേക്ഷിച്ചു. താൻ മലകൾ ചുമന്നു വന്നതുപോലെ ഭക്തർ പൂജദ്രവ്യങ്ങൾ കിട്ടിക്കൊണ്ടുവരുമ്പോൾ അവരെ അനുഗ്രഹിക്കണം, കൂടാതെ തന്നെ ദ്വാരപാലകനാക്കണം എന്ന് ഹിഡുംബൻ മുരുകൻ സ്വാമിയോട് അപേക്ഷിച്ചു. അങ്ങനെയാണ് കാവടി എടുത്തു തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം. മുരുകൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടാണ് കാവടി. വിവിധ തരം കാവടികളുണ്ട്. പാൽക്കാവടി, ഭസ്മക്കാവടി, കളഭക്കാവടി, പീലിക്കാവടി, കർപ്പൂരക്കാവടി,